ഹലോ എവരിവൺ, ഞാൻ കാവ്യാണ്, ഇംഗ്ലീഷ് ഓപ്ഷൻ എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഹിൻഡറിങ് ദ പ്രൊമോഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദം ഡെവലപ്പ് എ വെറൈറ്റി ഓഫ് സ്കിൽസ് ആൻഡ് ഓൾസോ ദെയർ എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില സമയത്ത് ചില കുട്ടികൾക്ക് ഇവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടാറുണ്ട്. ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ മെയിനായിട്ട് 4 ഹിൻഡ്രൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. പാർഷ്യാലിറ്റി ഓഫ് പേരൻസ്, അൺഫേവറബിൾ ഹോം കണ്ടീഷൻസ്, പുവർ സ്റ്റേറ്റസ് ആൻഡ് ലാർജ് സൈസ് ഓഫ് ദി ഫാമിലി, അൺഫേവറബിൾ സ്കൂൾ കണ്ടീഷൻസ്. ഈ 4 നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തെ partiality of the parents നമുക്ക് നോക്കാം. Parents often show gender bias in upbringing. Girls may receive fewer opportunities and encouragement than boys, suppressing creativity from a young age. പൊതുവെ പാരൻസ് ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. ചില വീടുകളിലാണ് പൊതുവെ ഇപ്പോൾ കാണുന്നത്. പണ്ടൊക്കെ സ്ഥിരം കണ്ടിരുന്ന ഒരു രീതിയാണ്. ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. പെൺകുട്ടികളെ ഒന്നും കൂടെ സപ്രസ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വരാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസൺ ആണ്. നമ്മളിപ്പോൾ മലയാളം മൂവി ആയിട്ടുള്ള ജയ ജയ ഹേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൽ ജയ എന്നുള്ളൊരു ക്യാരക്ടർ ഷീ ഈസ് റിയലി ബ്രില്യൻറ്റ്. പക്ഷേ ഈവൻ ദോ അവളുടെ ബ്രദർക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവനെ കോളേജിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ ജയയ്ക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു പാരലൽ കോളേജിലാണ് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് കാണിക്കുമ്പോൾ, അതായത് ഇങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ പാരൻസ് തന്നെ ഒരു കാണിക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി തടസ്സപ്പെടുത്താനായിട്ട് അതൊരു കാരണമായി മാറും. ഓക്കെ, അപ്പോൾ ഗേൾസ് ബോയ്സ് എന്നുള്ളൊരു വേർതിരിവ് ഒരിക്കലും കാണിക്കരുത്. 2 പേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ എൻകറേജ്മെൻറ്റും കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് അൺഫേവറബിൾ ഹോം കണ്ടീഷൻസ് ആണ്. ഹോം ഇസ് ദ ചൈൽഡ്സ് പ്രൈമറി എൻവയോൺമെൻറ്റ്. ഇറ്റ് ക്യാൻ നെയ്തർ നർച്ചർ ഓർ ഹിൻഡർ ക്രിയേറ്റിവിറ്റി. നമ്മൾ വീട്ടിലാണ് ശരിക്കും നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രൈമറി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വീട് എന്നാണ് നമ്മൾ പറയാറ് പൊതുവേ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റീനെ നേർച്ചർ ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ഹിൻഡ്രൻസിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. കണ്ടീഷൻസ് ലൈക്ക് ബ്രോക്കൺ ഹോം, ലാക്ക് ഓഫ് പാരൻ്റൽ സപ്പോർട്ട് ആൻഡ് ഇൻസഫിഷ്യൻറ്റ് പ്ലേ മെറ്റീരിയൽസ് റെഡ്യൂസ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഇൻ ചിൽഡ്രൻ. ഇപ്പോൾ കുട്ടികളുടെ പാരൻസ് ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണെങ്കിലും അവർ ഭയങ്കരമായിട്ട് പല രീതിയിൽ മെൻ്റലി അവർ നല്ലോണം സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിന്നെ ലാക്ക് ഓഫ് പാരൻ്റൽ സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടൊരു മൂവിയാണ് താരേ സമീൻ പർ എന്ന് പറഞ്ഞ മൂവി. അതിൽ ആ കുട്ടി ഈവൻ തോ ഡിസ്ലെക്സിയ എന്നുള്ളൊരു ഡിസോർഡർ കുട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടി ഭയങ്കര ക്രിയേറ്റീവാണ്. ആ കുട്ടി നന്നായി വരയ്ക്കും. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അതിനധികം വാല്യൂ കൊടുക്കില്ല. അത് ആ കുട്ടീനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ടീച്ചർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആൾ ബെറ്റർ ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു കുട്ടിയുടെ കഴിവ് ഒരിക്കലും നമ്മൾ എൻകറേജ് ചെയ്യാണ്ടിരിക്കരുത്. നമ്മളെപ്പോഴും അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്തതൊക്കെ ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അടുത്തതാണ് പുവർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ലാർജ് ഫാമിലി സൈസ്. Children from lower income families have limited access to the resources and opportunities that foster creativity. അപ്പോൾ ചില കുട്ടികളുടെ പാരൻസിന് പല ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ റിസോഴ്സസിൻ്റെ കുറവ് അവരുടെ ക്രിയേറ്റിവിറ്റിനെ നല്ലോണം എഫക്റ്റ് ചെയ്യും. അത് ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ നല്ലോണം എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻ ലാർജർ ഫാമിലീസ് ചിൽഡ്രൻസ് individual needs often go unmet, which can restrict their creative growth.
ഇപ്പോൾ നമ്മുടെ ഇവിടെക്കാട്ടും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും കുട്ടികളുടെ, അതായത് ഒരു പാരൻസിന് നല്ല ഒരു 8-10 കുട്ടികളൊക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ പാലക്കാടായിരുന്ന സമയത്ത് ഞങ്ങൾ റെയിൽവേ കോളനിയിലായിരുന്നു. അപ്പോൾ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഹിന്ദിക്കാർ വന്ന് താമസിക്കും. അവർക്ക് ഇതേപോലെ 8-10 പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത 1-2 ആൺകുട്ടികളെ മാത്രമേ സ്കൂളിലോട്ട് വിടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്നില്ലെങ്കിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അമ്മേനെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യും, അവരുടെ സിബ്ലിങ്സിനെയൊക്കെ നോക്കാനൊക്കെ. അങ്ങനത്തെ രീതിയിൽ ഈവൻ 5, 6, 7, 8 വയസ്സുള്ള കുട്ടികൾ പോലും സ്കൂളിൽ പോകാത്തൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റീനെ നല്ലോണം അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വലിയ ഒരു കുടുംബമാകുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സും ഒന്നും അവർക്കത് കംപ്ലീറ്റ് ചെയ്യണം, ഫുൾഫിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതിലൊരു റിസ്ട്രിക്ഷൻ വരുമ്പോൾ അത് ക്രിയേറ്റീവ് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അൺഫേവറബിൾ സ്കൂൾ കണ്ടീഷൻസ്. School play a crucial role in nurturing creativity, but certain factors can inhibit it. അപ്പോൾ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി എഫക്റ്റ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത്, ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. പക്ഷേ ചില കണ്ടീഷൻസിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ, അൺഫേവറബിൾ കണ്ടീഷൻസിലൂടെ പോകുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി ഹിൻഡർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മെയിനായിട്ട് overcrowded classrooms limit individual attention and expression. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു 40 സ്റ്റുഡൻസിന് പകരമായിട്ട് ഒരു 80 സ്റ്റുഡൻസാണ് ഇരിക്കുന്നതെന്ന് ആണെങ്കിൽ ടീച്ചർക്ക് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാൻ സാധിക്കില്ല. ഇത്രയും കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളരാനും സാധിക്കില്ല, അവരുടെ അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനും സാധിക്കില്ല. Rigid curricula and excessive focus on rote memorization stifle creativity. കുട്ടികൾ ജസ്റ്റ് ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ വെറുതെ കാണാപ്പാഠം പഠിച്ച് പോവുകയാണെന്നാണെങ്കിൽ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അവർ സ്വയം അറിഞ്ഞ് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അവർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. വെറുതെ കാണാപ്പാഠം പഠിച്ച് മെമ്മറൈസേഷൻ മാത്രമായിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും അത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. Authoritarian teaching and lack of co-curricular activities reduce opportunities for creative thinking. ചില ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുള്ളൂ. അവർക്ക് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ടീച്ചേഴ്സ് അവർ കൊടുത്ത ആൻസർ മാത്രം അത് മാത്രം പഠിച്ച് കുട്ടികളെ എഴുതണം എന്ന് പറയും. സ്ട്രിക്റ്റായിട്ട് അവരുടെ ആൻസർ, ഇപ്പോൾ അത് മേ ബി ഈസി കറക്ഷന് വേണ്ടി ആയിരിക്കാം, ചിലപ്പോൾ കുട്ടികൾ ഇനി മിസ്റ്റേക്കുകൾ വരുത്തണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ കുട്ടികൾക്ക് സ്വയം ആലോചിച്ച് ചിന്തിച്ച് എഴുതാനുള്ളൊരു കഴിവ് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ഈവൻ എന്താ പറയുക, അവർ ഒരിക്കലും ചിന്തിക്കാനായിട്ടത് ശ്രമിക്കില്ല. ആ ടീച്ചർ എന്താണോ കൊടുത്തത് അത് മാത്രം പഠിച്ച് എഴുതുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ടായി മാറും. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ ഈ കോകരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ പൊതുവേ ഈ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് ക്രിയേറ്റിവിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കാത്ത സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി കുറയാനാണ് സാധ്യത. ഡിഫക്റ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം ഡിസ്കറേജ് ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ടു ലേണിംഗ്. പൊതുവേ ഇപ്പോൾ കാണുന്നൊരു രീതിയാണ്, പൊതുവേ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് കോപ്പിയടിക്കൽ ചില ടീച്ചേഴ്സ് ആണെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോൾ അവരുടെ സബ്ജക്റ്റിലെ കുട്ടികൾ തോൽക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലെ കുട്ടികളെ കോപ്പി അടിച്ചാലും ഒന്നും പറയാത്തൊരു ടീച്ചേഴ്സും ഉണ്ട്. ചില ടീച്ചേഴ്സ് അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുട്ടിക്ക് സ്വയം ചിന്തിച്ച് എഴുതണം എന്നുള്ളൊരു എയിം ഉണ്ടാവില്ല. അവർക്ക് എവിടെയെങ്കിലും നോക്കി എഴുതാം, എന്തായാലും കോപ്പി അടിക്കാൻ സമ്മതിക്കുമായിരിക്കും. അപ്പോൾ ഞാനെന്തിനാ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ടിരുന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ആരെങ്കിലും നോക്കി എഴുതിയാൽ മതിയോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായി മാറും. അപ്പോൾ അത് ആ കുട്ടിയുടെ എന്താ പറയുക, ഇന്നോവേറ്റീവ് തിങ്കിങ്ങിനും ക്രിയേറ്റീവ് തിങ്കിങ്ങിനൊക്കെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പൊതുവെ ഇപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റിലില്ലാത്തൊരു ടോപ്പിക്കാണ് മെയിനായിട്ട് മൊബൈൽ ഫോണിൻ്റെ യൂസേജ്. മൊബൈൽ ഫോൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നതാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡിസ്ട്രാക്ഷനും അതേപോലെ തന്നെ അവരുടെ ഇമാജിനേഷൻ ഒക്കെ
അവരുടെ പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി തടസ്സപ്പെടുത്താനായിട്ട് മൊബൈൽ ഫോൺ കാരണമാണ്. കാരണം അവർക്ക് ഇപ്പോൾ പൊതുവെ കൂടുതലായിട്ട് അവർ ഇമാജിനേഷൻ അവരുടെ വർദ്ധിപ്പിക്കുന്നില്ല അവർ ജസ്റ്റ് എന്താണ് മൊബൈലിൽ ഭയങ്കര അഡിക്റ്റായി പോവുകയാണ്. അപ്പോൾ അത് വേറൊരു ഫാക്ടറായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.